നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. GST പരിഷ്കാരം. പഴയ സ്റ്റോക്കും വിൽക്കണം കുറഞ്ഞ വിലയ്ക്ക്. GST പരിഷ്കരണം വഴി സിനിമാ ടിക്കറ്റിന് വില കുറയുമോ? 100 രൂപ താഴെയുള്ള സിനിമാ ടിക്കറ്റുകളുടെ നികുതി 12% 5% കുറച്ചതിനാൽ വില കുറയും. പക്ഷേ 100 രൂപയുടെ മുകളിലുള്ള ടിക്കറ്റിന് നിലവിലെ നിരക്ക് തുടരും. പ്രമുഖ മൾട്ടിപ്ലക്സ് ചെയിനായ PVR ഐനോക്സ് ചൊവ്വാഴ്ചകളിലെ അവരുടെ ബ്ലോക്ക് ബസ്റ്റർ ഓഫർ നിരക്കായിരുന്ന 99 രൂപ ഇതനുസരിച്ച് 95 രൂപയെ കുറച്ചു. മൊത്തത്തിൽ 100 രൂപയ്ക്ക് താഴെയുള്ള സിനിമാ ടിക്കറ്റുകൾ അപൂർവമായതിനാൽ ഇതിൻ്റെ ഗുണം കാര്യമായി അനുഭവപ്പെടില്ല. 100 രൂപയ്ക്ക് മുകളിൽ 18% നിലവിലെ GST. 5%, 18% എന്നിവ ഒഴിച്ച് ബാക്കിയെല്ലാം നികുതി സ്ലാബുകളും പൂർണ്ണമായും ഇല്ലാതായോ? അല്ല, ഭൂരിഭാഗം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഈ 2 സ്ലാബുകളിലാണെന്ന് മാത്രം. ഡയമണ്ടിന് 0.25%, സ്വർണത്തിന് വെള്ളിക്കുമുള്ള 3%, ഇഷ്ടികയ്ക്കുള്ള 6% ITC അടക്കമാണ്. 12% ITC ഇല്ലാതെ കോളയ്ക്കും ലോട്ടറിക്കും മറ്റും ബാധകമായ 40% എന്നീ സ്ലാബുകളുമുണ്ട്. പുകയില, സിഗരറ്റ് തുടങ്ങിയവയ്ക്ക് നിലവിലെ 28% എന്ന പഴയ സ്ലാബ് തുടരും. സെസ് പിരിവ് കാലാവധി കഴിഞ്ഞ ശേഷമേ 40%ലേക്ക് മാറൂ. പഴയ സ്റ്റോക്ക് തീരും വരെ പഴയ നികുതി നിരക്കിൽ വിൽക്കുവാൻ കഴിയുമോ? ഇല്ല. പഴയ സ്റ്റോക്ക് സെപ്റ്റംബർ 22 മുതൽ വിൽക്കുമ്പോൾ പുതിയ നികുതിയാണ് ബാധകം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആനുകൂല്യം ലഭിക്കാത്ത ചെറു വ്യാപാരികൾ പഴയ സ്റ്റോക്കിലെ നികുതി നഷ്ടം എങ്ങനെ നികത്തും? ഇക്കാര്യത്തിൽ സർക്കാർ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടില്ല. ITC ആനുകൂല്യം ലഭിക്കാത്തതിനാൽ കുറഞ്ഞ വിലയിൽ വിറ്റാൽ നഷ്ടമുണ്ടാകുമെന്ന് ചെറു വ്യാപാരികൾക്ക് ആശങ്കയുണ്ട്. വരും ദിവസങ്ങൾ വ്യക്തത വന്നേക്കാം. ഉൽപ്പന്നങ്ങൾക്ക് മേൽ ആവശ്യമെങ്കിൽ പുതിയ വില നിലവാരം കൂടി ചേർക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം വ്യാപാരികൾക്കാണോ? അല്ല, കമ്പനികൾക്കാണ് ഇത് ചെയ്യേണ്ടത്. GST സംബന്ധിച്ച തർക്ക പരിഹാരത്തിന് വാട്സപ്പ് വഴി പരാതിപ്പെടാനാകുമോ? ദേശീയ ഉപഭോക്തൃ ഹെൽപ്പ് ലൈൻ്റെ 8800001915 എന്ന വാട്സപ്പ് നമ്പർ വഴിയും 1915 എന്ന ടോൾ ഫ്രീ നമ്പർ വഴിയും പരാതിപ്പെടാവുന്നതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.